നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിയമസഭാ മണ്ഡലങ്ങളിലൊന്ന്. കണ്ണൂരിന്റെ വിപ്ലവ മണ്ണിൽ നിന്ന് വികസനത്തിന്റെ വികായസിലേക്ക് ചിറകു വിരിച്ച നാട്. അതാണ് മട്ടന്നൂർ. തെയ്യങ്ങളുടെ ചിലമ്പലികൾക്കൊപ്പം രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വീറുറ്റ കഥകൾ കൂടി പറയാനുള്ള മണ്ഡലമാണ് മട്ടന്നൂർ. വടക്കൻ മലബാറിലെ തെയ്യക്കോലങ്ങളും പൂരക്കളിയും ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നു. പ്രകൃതി ഭംഗിയാൽ സമൃദ്ധമായ മട്ടന്നൂരിന് കാർഷികവും വ്യവസായപരവുമായ പാരമ്പര്യമുണ്ട്. എന്നാൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വന്നതോടെ ഇവിടുത്തെ തൊഴിൽ മേഖല അടിമുടി മാറി. ടൂറിസവും സേവന മേഖലയും ഇന്ന് മട്ടന്നൂരിന്റെ കരുത്താണ്. ആയിരത്തി 1957 ഐക്യ കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മട്ടന്നൂർ ഒരു സ്വതന്ത്ര മണ്ഡലമായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന NE ബൽറാമാണ് മട്ടന്നൂരിന്റെ ആദ്യ പ്രതിനിധിയായി നിയമസഭയിലെത്തിയത്. കോൺഗ്രസിലെ കുഞ്ഞിരാമൻ നായരായിരുന്നു എതിരാളി. ആദ്യ മത്സരത്തിൽ 10,451 വോട്ടിനായിരുന്നു ബൽറാമിന്റെ വിജയം. 1960 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ PSPയിലെ അച്യുതനെ പരാജയപ്പെടുത്തി രണ്ടാമതും ബൽറാം മട്ടന്നൂരിൽ ചെങ്കൊടി പാറിച്ചു. അത്തവണ ഭൂരിപക്ഷം 85 വോട്ടുകൾ മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന മണ്ഡല പുനർനിർണയത്തിൽ മട്ടന്നൂർ മണ്ഡലം ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. നീണ്ട 4.5 പതിറ്റാണ്ടോളം മട്ടന്നൂരിന് സ്വന്തമായി ഒരു MLA ഉണ്ടായിരുന്നില്ല. മട്ടന്നൂരിന്റെ ഭാഗങ്ങൾ പലപ്പോഴായി കൂത്തുപറമ്പ്, ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളുടെ ഭാഗമായി മാറുകയായിരുന്നു. 2008 മണ്ഡല പുനർനിർണയത്തോടെയാണ് മട്ടന്നൂർ മണ്ഡലത്തിന് പുനർജന്മമുണ്ടായത്. പതിറ്റാണ്ടുകൾക്കിപ്പുറം 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ CPMന്റെ മുതിർന്ന നേതാവ് EP ജയരാജൻ മണ്ഡലത്തിലെ കന്നി പോരാട്ടത്തിൽ സോഷ്യലിസ്റ്റ് ജനതാദളിലെ ജോസഫ് ചവറയ്ക്കെതിരെ 30,512 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2011 1,59,425 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 43,381 ഉയർത്തി ജയരാജൻ വീണ്ടും നിയമസഭയിലെത്തി. അതോടെ മട്ടന്നൂർ വീണ്ടും ഒരു ഇടതുപക്ഷ ശക്തി കേന്ദ്രമായി മാറി. അന്ന് UDFന്റെ KP പ്രശാന്തായിരുന്നു EP ജയരാജനെതിരെ മത്സരിച്ചത്. ആകെ വോട്ടർമാർ 2016 1,77,597 ആയിരുന്നു. മട്ടന്നൂർ നഗരസഭയും തലശ്ശേരി താലൂക്കിൽ ഉൾപ്പെട്ട ചിറ്റാരിപ്പറമ്പ്, കീഴല്ലൂർ, കൂടാളി, മാലൂർ, മാങ്ങാട്ടിടം, കൊളയോട്, തില്ലങ്കേരി പഞ്ചായത്തുകൾക്ക് പുറമെ തളിപ്പറമ്പ് താലൂക്കിലെ പടിയൂർ, കല്യാട് പഞ്ചായത്തുകളും ചേർന്നാണ് മട്ടന്നൂർ മണ്ഡലം. ആകെ 1.9 ലക്ഷം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. ഹിന്ദു സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണിത്. പിന്നാക്ക വിഭാഗങ്ങളുടെയും ദളിത് വിഭാഗങ്ങളുടെയും വോട്ടുകൾ ഇവിടെ നിർണായകമാണ്. മട്ടന്നൂർ വിഭാഗത്തിലും പായം പോലുള്ള പ്രദേശങ്ങളിലും മുസ്ലിങ്ങൾക്ക് സാന്നിധ്യമുണ്ട്. എങ്കിലും ജാതിക്കും മതത്തിനും അപ്പുറം രാഷ്ട്രീയ താൽപര്യത്തിനനുസരിച്ചാണ് ജനങ്ങൾ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജയാണ് നിലവിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം 60,963 വോട്ടുകളായി കുതിച്ചുയർന്നു. വോട്ട് ഷെയർ 61.97%. ശൈലജയുടെ ജനകീയ മുഖവും കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളും ഈ ചരിത്ര വിജയത്തിന് അടിത്തറയിട്ടു. ശൈലജയ്ക്കെതിരെ മത്സരിച്ച RSPയുടെ ഇലിക്കൽ അഗസ്റ്റി 35,166 വോട്ടുകളും BJPയുടെ ബിജു ഏളക്കുഴി 13,222 വോട്ടുകളും നേടി. 2021 ആകെ വോട്ടർമാരുടെ എണ്ണം 1,88,552. കണ്ണൂർ വിമാനത്താവള വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവരുടെ പുനരധിവാസവും നഷ്ടപരിഹാരവുമായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന ചർച്ചാ വിഷയം. കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ വൈകുന്നതിലുള്ള പ്രാദേശിക പ്രതിഷേധങ്ങൾ വോട്ടെടുപ്പിനെ സ്വാധീനിച്ചേക്കാം. മട്ടന്നൂർ നഗരസഭയുടെയും സമീപ പഞ്ചായത്തുകളുടെയും വികസനം, കുടിവെള്ള പദ്ധതികൾ, ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്നിവ അടിസ്ഥാനപരമായി ചർച്ച ചെയ്യപ്പെടും. കൂടാതെ സംസ്ഥാന സർക്കാർ നേരിടുന്ന വിവിധ രാഷ്ട്രീയ വിവാദങ്ങൾ പ്രതിപക്ഷം മണ്ഡലത്തിൽ സജീവമായി ഉയർത്തിക്കാട്ടും.
ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് മട്ടന്നൂർ. 1957 തുടങ്ങിയ പോരാട്ടം ഇന്നും ആവേശത്തോടെ തുടരുന്നു. LDF സർക്കാരിന്റെ ഭരണ തുടർച്ചയും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും മട്ടന്നൂരിലും പ്രതിഫലിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മുന്നേറ്റം മണ്ഡലത്തിൽ ചർച്ചയാകും. LDFന്റെ കരുത്ത് തുടരുമോ അതോ UDFന്റെ അട്ടിമറി ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മാറ്റങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും രാഷ്ട്രീയ ബോധത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത മട്ടന്നൂർ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയാം. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഞാൻ ക്രിസ്മ മെൽബിൻ, സൈനിങ് ഓഫ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.